അവന്റെ കഴിവിനെ പ്രയോജനപരമായി കൊടുക്കുവാൻ അവൻ ആ കാര്യത്തെ തിരിച്ചറിയാൻ, ഡിവൈഡ് ചെയ്യാൻ, കാറ്റഗറി ചെയ്യുവാൻ അവന് കഴിയില്ല. അറിവിന് എന്നെ ചെയ്യണം? തിരിക്കണം. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കുഞ്ഞുങ്ങൾ ഡിഗ്രിയും ജോലിക്ക് വേണ്ടി ഒക്കെ നിൽക്കുന്ന എല്ലാവരോട് പറയുക, ലൈഫിൽ ഈ കാലഘട്ടത്തിലെ ലൈഫിന്റെ ഏറ്റവും രസം എന്നാന്നറിയോ? ഹിഡൻ ലൈഫ് കൊണ്ടുപോകുവാൻ മിടുക്കരാണ് ഈ കാലഘട്ടത്തിൽ. ചിരിക്കേണ്ടടുത്ത് എന്ത് ചെയ്യും? ചിരിക്കും. ഉമ്മ വെക്കേണ്ടടുത്ത് എന്ത് ചെയ്യും? ഉമ്മ വെക്കും. പോകേണ്ട അടുത്ത് പോകും, കൂടേണ്ട അടുത്ത് കൂടും, എല്ലാം ചെയ്യും. ബട്ട് ഹിഡനായി. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല, അറിയില്ലായിരുന്നു ഹിഡനായി ചെയ്യാൻ. ബട്ട് ഏത് മേഖലകളെയും നിങ്ങൾ എന്ത് ചെയ്യണം? തിരിക്കണം. അറിവിനെ എങ്ങനെ തിരിക്കണം? ഇതെനിക്ക് പ്രയോജനം, ഇത് പ്രയോജനമില്ല. അപ്പൊ പ്രയോജനമുള്ളതിനെ ചേർത്ത് വെക്കാനും പ്രയോജനമില്ലാത്തതിനെ ദൂരെ കളയാനും നിനക്ക് കഴിവുണ്ടെങ്കിൽ അവിടെയാണ് നിന്റെ ആംബിയർ എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് സ്റ്റൈലിഷ് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഈ കോമാളി വേഷം കെട്ടുന്നവര് എനിക്ക് ഇഷ്ടമില്ല. നല്ല ഡ്രസ്സൊക്കെ ചെയ്ത്, നല്ല ഹെയർ സ്റ്റൈൽ, അവനവന്റെ ഫേസിനകത്ത് നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് മിടുക്കനായി ടീപ് ടോപ്പായി ഒക്കെ പോണം. ബട്ട് ഓർക്കണം, അത് നമ്മുടെ മിടുക്കല്ല, അത് നമ്മുടെ കഴിവല്ല. കടയിൽ പോയി ഒരു ബ്രാൻഡഡ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് ഒരു ബാർബർ ഷാപ്പിന്റെ തലമുടി വെട്ടുകാരന്റെ ബാർബറിന്റെ മുന്നിൽ കൊണ്ടുപോയി ഒരു ഡിസൈൻ കൊടുത്താൽ ബാർബർ വെട്ടിത്തരും, ഒരു കാശ് കൊടുത്താൽ കിട്ടും. ബട്ട് നിന്റെ ജീവിതത്തിൽ പ്രയോജനമില്ല എന്ന് പറയുന്നതിനെ നോ എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഒരു ആംബിയർ നമുക്കുണ്ടാകണം. അവിടെയാ കുഞ്ഞെ പേഴ്സണാലിറ്റി. അവിടെയാ നീട്ട ഷൂയിന്റെ, ബ്രാൻഡഡ് ഷൂവിന്റെയും ബ്രാൻഡഡ് ഷർട്ടിന്റെയും നിന്റെ ഔട്ട്ലുക്കിന്റെയും ഒക്കെ കഴമ്പെന്ന് പറയുന്നത് അവിടെയാ. നോ എന്ന് എനിക്കത് പ്രയോജനമില്ല. ഞാൻ തിരിച്ചറിയുന്നു. എന്റെ കൂട്ടുകാര് 10 പ്രാവശ്യം പറയാടാ നിനക്കത് കൊള്ളാം എന്ന് പറഞ്ഞാലും എനിക്കത് പ്രയോജനമില്ല എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. നീ ചെല്ലുന്നിടത്ത് നിന്റെ ലൈഫ് പ്രകാശപൂരിതമാക്കുക. പ്രകാശപൂരിതമായി മാറും. അപ്പോ പ്രകാശപൂരിതമാകണമെങ്കിൽ അറിവിനെ കാറ്റഗറൈസ് ചെയ്യണം. എന്താ പ്രയോജനമുള്ളതും പറഞ്ഞാട്ടെ എൻ്റെ കൂടെ, പ്രയോജനം ഇല്ലാത്തതും. അപ്പൊ നമ്മൾ ഏതിലേക്ക് വരുന്നു? പ്രയോജനമുള്ളതിന്. ഇനി ശ്രദ്ധിക്കണം, പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും. ഇത് തിരിക്കാൻ 2 ഘടകം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകണം. 2 ഘടകം. 1, ഞാൻ ആരാണ്. 2, എൻ്റെ ലക്ഷ്യം എന്താണ്. ഇത് 2 ഉണ്ടോ നിങ്ങൾക്ക് പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും എന്ത് ചെയ്യാം? തിരിക്കാം. എന്താ 2 കാര്യം പറഞ്ഞേ? 1, ഞാൻ ആരാ. 2, എൻ്റെ ലക്ഷ്യം എന്താ. ഇത് മനസ്സിലൊന്ന് കയറ്റി പിടിപ്പിച്ചേ. ഏത് സാധനം പ്രയോജനമുള്ളതാ പ്രയോജനം ഇല്ലാത്തതാന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? തിരിച്ചറിയാൻ കഴിയും. കുഞ്ഞെ, നീ ആരാ? നമ്മൾ ആരാ? നമ്മൾ കർത്താവിന്റെ മക്കളാണ്. 2025 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി താണലോകത്തിലേക്ക് വന്നു. കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവിന്റെ പൈതൽ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പൈതല അവബോധം ഉണ്ടാകണം. ഉള്ളിലാണ് ഞാനൊരു ദൈവത്തിന്റെ പൈതൽ. ഇതെപ്പോഴും വരുമ്പോൾ യെസും നോയും നമുക്കെന്താ പെട്ടെന്ന് തിരിച്ചറിയേണ്ടത്.
ഇത് തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തോളം യേശുവിന് പറ്റുകയില്ല. പ്രജിത്ത് എന്ന് പറഞ്ഞ കുഞ്ഞ് ചൈനയിൽ പോയി പഠിച്ച് PG കഴിയുക. അവൻ കൂട്ടുകെട്ടി കയറിയത് ഒരു സാറ്റാനിക് ആരാധനയാണ്. അവന്റെ റൂം പൂട്ടി സാറ്റാനിക് ആരാധനകളും സംബന്ധമായി. സ്വന്തം അപ്പനെ ഒരു നിമിഷമല്ല. ഇപ്പൊ എവിടെയാണ് അവന്റെ പ്രകാശപൂരിതമാണോ? പ്രകാശപൂരിതമാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, എവിടെയാ അവന്റെ ലൈഫ്? എവിടെയാ? അപ്പൊ ഒറ്റ ചിന്ത എവിടെ വന്നാൽ മതിയായിരുന്നു അല്ലേ? ഒരൊറ്റ ഈ ആത്മഹത്യയെ പോകുന്നവരൊക്കെ ഒറ്റ ദുർബല നിമിഷമാണ്. ആ സമയത്ത് മോനെന്ന് വിളിക്കാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോ പണ്ട് ഒരാൾ പറയുമോ, ആ സമയം ഞാൻ എന്റെ അമ്മ എന്ത് ചെയ്തു ഓർത്തു, ഇന്ന് ഞാൻ ചെയ്തു. അപ്പോ നാം ആരാണ് എന്നുള്ള ഒരു ബോധം, ഒറ്റ ബോധം, ആദ്യ ബോധം ഉണ്ടാകേണ്ട എന്താണെന്നറിയോ? ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്. വേഷഭൂഷണത്തിലൊന്നും അല്ല കേട്ടോ. അല്ല, എന്റെ മുകളിൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ഞാൻ യേശുവിന്റെ പൈതലാന്ന് എഴുതി വെക്കുന്നോണ്ടല്ല. ഹൃദയത്തിനകത്തുണ്ടാകണം. അത് പേറിയ എവിടെയും പോകാവൂ. എവിടെയും ഹൃദയത്തിനകത്ത് ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എന്നുള്ള ആ ചിന്താധാര അകത്ത് വന്നാൽ നിനക്ക് ഡിസൈൻ ചെയ്യാം, തിരിക്കാം. 2, അടുത്ത സ്റ്റെപ്പ് നീ ഓർക്കേണ്ടതെന്ന് അറിയാവോ? നിന്നെ ജനിപ്പിച്ച അപ്പനും അമ്മയും. 2ാം സ്റ്റെപ്പിലേക്ക് വരണം. ഞാന് തോമസ് മാത്യുവിന്റെ ഈ മേലിയമ്മയുടെ ഒരു മകനാണ്. ഒരു കൃഷിക്കാരനായ അപ്പന്റെ മകൻ. വളരെ ബുദ്ധിമുട്ടുകളും പ്രതീക്ഷകളും അർപ്പിക്കുന്ന ഒരു അപ്പന്റെ അമ്മയുടെ മകൻ. അവര് കഷ്ടപ്പെട്ടാണ് എൻ്റെ ജീവിതത്തെ ഒന്ന് കണ്ടെത്താൻ, അതിലൂടെ ഒരു നന്മ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പന്റെ അമ്മയുടെ മകനാണ്, മകളാണ് എന്ന ഒരു അവബോധകത്തുണ്ടായി. 2 കാര്യം ആരാണെന്ന് നമ്മൾ അങ്ങോട്ട്, വേറൊന്നും വേണ്ട, വേറെ വലിയ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. 1, ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നും എൻ്റെ അപ്പനെയും അമ്മയും ഒന്ന് ഓർക്കണേ. കുഞ്ഞെ, നമ്മളെയൊക്കെ കൊല്ലായിരുന്നു. അപ്പനും അമ്മയ്ക്കും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇന്ന് കേൾക്കുന്നില്ലേ? പ്രസവിച്ചിട്ടേച്ച് കൊല്ലുന്ന, വിൽക്കുന്ന, തള്ളിക്കളയുന്ന. ഇന്ന് അപ്പനും അമ്മയും പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇംഗ്ലീഷ് അറിയാല, അവർ ഡ്രസ് അറിയാല. ഇങ്ങോട്ട് ഒന്ന് പറയുമ്പോ തന്നെ 4 അങ്ങോട്ട് പറയുക. ഈ അപ്പനും അമ്മയും ഒരു നിമിഷം കൊണ്ട് എന്നെ നിങ്ങളെയും കൊല്ലായിരുന്നു, ചവിട്ടട്ടിൽ വലിച്ചെറിയായിരുന്നു. അന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ച ഒരു അപ്പനും അമ്മയും ഉണ്ട്. നിങ്ങളുടെ നന്മ കൈകൊണ്ടൊന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പനും അമ്മയും. ഇത് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് നോ, അതെനിക്ക് പറ്റില്ല. കള്ളു കുടിക്കാൻ വരുന്ന, വീടി വലിക്കാൻ വരുന്ന, വെറുക്കൂത്തിന് വരുന്ന, അധാർമികതയ്ക്ക് ചെയ്യാൻ വരുന്ന കൂട്ടുകാർ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ വാ എന്ന് പറയുമ്പോൾ നോ, ഞാൻ ഇല്ല എന്ന് പറയാൻ. ഈ 2 ചിന്താധാര നിങ്ങൾ വരും അല്ലേ? മോനെ ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഓക്കെ. ചിന്താധാര നിങ്ങളുടെ അകത്തളത്തിലേക്ക് വരും. നോ, അവിടെ വേറെ ഒരു 3ാമത് 4ാമത് ഒരു ഓപ്ഷൻ ഒന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് പറ്റേ മറ്റൊന്നുമല്ല. നോ, നോ എന്ന് പറയാൻ നമുക്ക് 2, 1 ഞാൻ ആരാണ് അല്ലേ? 1 ആരാ? ദൈവത്തിന്റെ പൈതൽ. 2 ഞാൻ ഇന്ന സോ ആൻഡ് സോയുടെ മകൻ. അപ്പൊ നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരും. 2 ലക്ഷ്യം ഉണ്ടാകണം. എന്താ എന്റെ ലക്ഷ്യം? എന്താ ലക്ഷ്യം? ഇങ്ങനെ കൂട്ടുകൂടി ഇങ്ങനെ അങ്ങോട്ട് പോയി ഒരു പോവാണോ? എന്താ ലക്ഷ്യം? ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം, പർപ്പസായി ഒരു ലക്ഷ്യം നിനക്കുണ്ടെങ്കിൽ നോ. ഇപ്പൊ നിങ്ങളൊരു ഇടത്ത് പോവാ, ഞാൻ പറഞ്ഞു വിടുക എന്ന് വെച്ചു. എന്റെ മോനെ, ഇന്ന അടുത്തേക്ക് പോ, ഇന്ന സമയത്തിനുള്ളിൽ നീ പോയി ആ സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ അവൻ പോവുകയാണ്. സൈക്കിൾ എടുത്തു നടന്നു പോകുന്ന സമയം ഒരാളെ കണ്ടു, കുറെ നാൾ വർത്താനം പറഞ്ഞു.
വർത്താനം പറയല്ല എന്നല്ല, വർത്താനം പറഞ്ഞു. ഉടനെ അവൻ കുറെ നേരം വർത്താനം പറഞ്ഞാൽ എന്നാ പറയുന്നതെന്ന് അറിയാവോ? പിന്നെ കാണാം, ഞാന് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്, ഇവിടെ വിടുകയാണ്. നോ, അതെന്താ? അവനെ ആ സംസാരത്തിൽ നിന്ന് നീക്കിയത് എന്താ? അവന്റെ ലക്ഷ്യമാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന, +2 പഠിക്കുന്ന, ഡിഗ്രി പഠിക്കുന്ന, ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം എന്താ? ഈ ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രയോജനമുള്ളതും ഇല്ലാത്തതും പെട്ടെന്ന് ഡിസൈൻ ചെയ്യാം. പക്ഷെ എന്റെ ലക്ഷ്യത്തിന് അതെന്ത് ചെയ്യല, ഉതകില്ല, അതെനിക്ക് പറ്റില്ല. എന്റെ ലക്ഷ്യത്തിന് അത് പറ്റില്ല, എന്റെ ലക്ഷ്യപ്രാപ്തിക്ക് അത് പറ്റില്ല. 2, ആ ഭാഗത്തിന്റെ അടുത്ത പദം സെന്റൻസ് വായിച്ച് അവിടെ പറയുന്നു, ഒന്നും എന്നെ അധീനമാക്കുന്നില്ല. അധീനമാക്കുന്നില്ല. ശ്രദ്ധിക്കണേ, അധീനമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും ഒരു സാധനം എന്നെ അടിമയാക്കാൻ പറ്റും. ഏതൊന്നിനോട് നമുക്ക് വിട പറയാൻ കഴിയലേ, അത് നമ്മുടെ അടിമയാണ്. ചില കുഞ്ഞുങ്ങളോട് നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഈ അപ്പക്കാവിൽ വന്നിട്ടുണ്ട് 13 വർഷം. ടാഗ് എന്നൊരു യുവജന പ്രസ്ഥാനം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പക്കാവില് ഞാനും സൗമിനിയും ടാഗിലെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് VBS എടുത്തിട്ടുണ്ട് 14 വർഷം മുന്നേ. അന്ന് 2 ദിവസം VBS നടത്തി ഈ കോളേജിൽ. 3-ാം ദിവസം നമ്മൾ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പൊ നമ്മുടെ നാട് ലവ് ഫെയർ ഉണ്ടോ? അപ്പൊ ഒരു പദം പറയും നമ്മള്, ഇല്ല, എന്താന്നാ പറയാ, ഫ്രീ, ചിലർക്ക് മിണ്ടിയ കുടുംബമല്ലോ എന്ന് പറയും. ഞാൻ ഫ്രീ ബേർഡാന്ന് പറയും. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? സ്വതന്ത്ര പക്ഷി. എന്നെ ഒരു പെണ്ണും ഒരാണും എന്ത് ചെയ്തിട്ടില്ല, ചേർത്ത് ഫ്രീ ബേർഡ്. എന്താ അതിന്റെ അർത്ഥം എന്നാ? എനിക്ക് ലവ് ഫെയർ ഇല്ല, ഞാൻ സ്വതന്ത്രൻ. ഫ്രീ ബേർഡ് എന്നൊരു ടേമാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത്, അല്ലേ ബ്ലസ? അങ്ങനെ ഉണ്ട് അല്ലേ? ഒരു ഫ്രീ ബേർഡ്. ഞാൻ ഫ്രീ ബേർഡ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എന്റെ ചർച്ചിലെ ആണ്. ഫ്രീ ആണോ ഇനി ടൈറ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പറയുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് തന്നെ ഫ്രീ ബേർഡ്. അതിന്റെ അർത്ഥം എന്നാ? എന്നെ ഞാൻ അതിന് അധീനമാക്കിയില്ല, എന്നെ അടിമപ്പെടുത്തിയിട്ടില്ല. തിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന എന്താ? അറിവുണ്ടാകണം, ഒരു തിരിച്ചറിവ്. എന്നെ ഒരു സാധനവും അടിമപ്പെടുത്തിയിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ? എനിക്കതിന്ന് നോ, ഏത് സമയം നോ എന്ന് പറയാൻ, ഏത് സമയം വേണ്ടെന്ന് വെക്കാൻ, പോയി നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയാൻ കഴിയുന്നതാണോ നമ്മുടെ ജീവിത ലൈഫിൽ? അല്ല, എനിക്കത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നതാണ്. ഒരു വസ്തുവും എന്നെ അധീനപ്പെടുത്തിയിട്ടില്ല. പെടുത്തരുത് ഈ മക്കളെ, കുഞ്ഞുങ്ങളെ. ഒറ്റ സാധനം, ഒരു സാധനം നിന്നെ അടിമയാക്കരുത്. അടിമയായോ ജീവിതം ഇരുട്ടായി. നമ്മളെല്ലാം ജീവിത യാത്ര ചെയ്യുന്നവരാണല്ലേ? ആണോ? നിങ്ങൾക്ക് ഇന്ന് ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ഡിസ്കഷൻ ഞാൻ ഈ ഭാഗത്തോട് എടുക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കണം കേട്ടോ. ഇവിടെ ഒറ്റയാളില്ല. ഷാജുവൻ പാസ്റ്ററും ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെല്ലാം യൂത്ത്സിന്റെ ഇടയിലും ഞങ്ങളെല്ലാം, പാസ്റ്റർ സ്റ്റീഫൻ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തുറന്ന് പറയാൻ. ഇതിപ്പോ നാളെ ഒന്നും പറയാനോ ഒന്ന് തുറന്നൊക്കെ, ഇതെന്റെ ഒരു പ്രശ്നമുണ്ട്, പേഴ്സണലി പറയണോ? നിങ്ങൾക്ക് പറയാം. കുറച്ചു നേരം പ്രാർത്ഥിക്കണോ? കുഞ്ഞെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, അല്ല പാസ്റ്റർ സ്റ്റീഫൻ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെ എന്താന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേന് ഇത് വലിയ എന്തോ പാപം അല്ല, സില്ലി കാര്യമായിരിക്കാം. ചിലരുടെ അകാരമായ ഒരു ഭയപ്പാടാകാം, ഉള്ളിലൊരു ഭയം. ചിലർക്ക് അവരവരുടെ വീട്ടിനകത്ത് കയറാൻ എന്തോ അവിടെ ചെല്ലുമ്പോൾ ഒരു അസ്വസ്ഥമായ മാനം നിന്നെ അത് അടിമപ്പെടുത്തുന്നുണ്ട്. ഫ്രീ വേണം, ആ തിരിച്ചറിവുണ്ടാകണം. എന്നെ ഒന്നും അധീനപ്പെടുത്തുന്നില്ല എന്ന അറിവുണ്ടാകും. ഏതിനെ അധീനപ്പെടുത്തുന്നോ ആ അറിവുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഇത് നമ്മൾ അറിയുന്നില്ല. കുറെ കഴിയുമ്പോഴാണ്, നമ്മുടെ തല കൊണ്ടെന്ന് തല ഇടിക്കുമ്പോഴാണ് ഞാൻ ഇതിനകത്ത് അടിമയായി പോയോ എന്നറിയുന്നത്. പ്രകാശപൂരിതമാകണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എന്നെ ഏത് അധീനമാക്കുന്നു, എന്നെ അടിമപ്പെടുത്തുന്നു.
അടിമപ്പെടുത്തുന്ന വസ്തുതകളെ തിരിച്ചറിഞ്ഞ് നിശ്ചയം ഉണ്ടാകണം, എന്നെ ഒന്നും അടിമപ്പെടുത്തുന്നില്ല.